ഹായ്, ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതും ചിരട്ടയ്ക്കകത്ത് ഫുള്ള് ഇതായിട്ടുള്ള ചിരട്ടയാണ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ചിരട്ട. ഇതല്ലേ എടുക്കുന്നത് നമ്മൾ. വേറെ പകരം നമ്മൾ നേരത്തെ ഒരെണ്ണം ഫുള്ളി ക്ലീൻ ചെയ്ത് വെച്ച ഒരെണ്ണമുണ്ട്. അതിനകത്താണ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചാർജിങ് ബോർഡ്, ആംപ്ലിഫയർ ബോർഡ്, ഒരു സ്വിച്ച്, പുഷ് സ്വിച്ച് കണക്കത്തെ. പക്ഷേ ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫുൾ ടൈം കണ്ടിന്യൂറ്റിയും എഗെയിൻ പ്രസ് ചെയ്യുമ്പോഴേക്കും കണ്ടിന്യൂറ്റി വിടുകയും ചെയ്യും. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ബോർഡ്, പിന്നെ ഒരു സ്പീക്കർ, ഒരു ബാറ്ററി. ഇത്രയും വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കപ്പോൾ സർക്യൂട്ട് ആദ്യം ഫിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ സോൾഡർ ചെയ്യുന്നത് ബ്ലൂടൂത്ത് ബോർഡാണ്. വീനിലേക്ക് ഒരു റെഡ് വയറും ഗ്രൗണ്ടിലേക്ക് ഒരു ബ്ലാക്ക് വയറും നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. റൈറ്റ് ഔട്ടിൽ നിന്ന് ഒരു വൈറ്റ് വയറും ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബ്ലാക്ക് വയറും ലെഫ്റ്റ് ഔട്ടിൽ നിന്ന് ഒരു ഗ്രീൻ വയറും നമ്മൾ സോൾഡർ എടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയർ ബോർഡാണ്. ഇത് നേരത്തെ സോൾഡർ ചെയ്ത ബ്ലൂടൂത്ത് ബോർഡിൻ്റെ കണക്ഷന് നേരെ പാരലായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പവർ പോസിറ്റീവ് റെഡ് പോസിറ്റീവിലേക്ക്, നെഗറ്റീവ് ബ്ലാക്ക് നെഗറ്റീവിലേക്കും, പിന്നെ ലെഫ്റ്റിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നും റൈറ്റിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുകയാണ്, സോൾഡർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനടുത്ത് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത് ചാർജിങ് ബോർഡാണ്. ഇതിന് പാരലായിട്ട് വന്നിരിക്കുന്ന കണക്ഷൻ ഇന്ന് ബ്ലാക്ക് എടുത്ത് ഔട്ട് നെഗറ്റീവിലേക്കും റെഡ് എടുത്ത് ഔട്ട് പോസിറ്റീവിലേക്ക് നമ്മൾ സോൾഡർ ചെയ്തെടുക്കും. അതിനോടൊപ്പം തന്നെ ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്തെടുക്കുന്നുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ബി പോസിറ്റീവിലേക്കും ബാറ്ററിയുടെ നെഗറ്റീവ് ബി നെഗറ്റീവിലേക്കും നമ്മൾ സോൾഡർ ചെയ്തെടുക്കും. റെഡ് വയർ ഡയറക്റ്റ്ലി ഔട്ട്പുട്ട് ബോർഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് ഇടയിലായിട്ട് നമ്മൾ ഒരു സ്വിച്ച് വെച്ച് കൊടുക്കും. സ്വിച്ച് ഇവിടുന്ന് വരുന്ന റെഡ് വയർ ആദ്യം സ്വിച്ചിലേക്ക് വന്ന് കയറും. അതിനുശേഷം ഇവിടുന്നുള്ള റെഡ് വയർ നേരെ ചാർജിങ് ബോർഡിൻ്റെ ഔട്ട്പുട്ട് പോസിറ്റീവിലേക്ക് വന്ന് കണക്ട് ചെയ്യും. നമുക്ക് അത്രയും സോൾഡർ ചെയ്തെടുക്കാം. കണക്ഷൻസ് എല്ലാം നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഒരു സ്പീക്കർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ബാറ്ററി സോൾഡർ ചെയ്ത് കണക്ഷൻസ് എല്ലാം കൊടുത്ത് സ്വിച്ചിലേക്കുള്ള കണക്ഷൻ ചെയ്ത് നമ്മൾ സ്വിച്ച് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കണ്ണിൻ്റെ ഇതിൽ നമ്മൾ എപ്പോഴും ഈ ഓപ്പണിങ് വരുമല്ലോ, അവിടെ ആയിട്ടാണ് നമ്മൾ ഇവിടെ സ്വിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നമ്മളവിടെ വെച്ചിട്ട് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്പീക്കർ വരുന്ന ഇതിനകത്താണ്. ഇതിനകത്ത് നമ്മൾ ഈ സ്പീക്കർ വരുന്ന പോർഷനിൽ നമ്മൾ ഹോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇത് വരുന്നതിന് വേണ്ടി, ഔട്ട്പുട്ട് വരുന്നതിന് വേണ്ടി. പിന്നെ ഇതിനകത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചാർജിങ്ങിൻ്റെ ഇത് എന്തുമാത്രം ചാർജ് കയറി എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയായിട്ട്. നമുക്ക് ഇതിനകത്തൂടെ ബാക്കിൽ നിന്നുള്ള എയറിൻ്റെ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് അത്രയും ഹോൾഡ് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ ഫിക്സ് ചെയ്ത് ചാർജിങ് ബോർഡും ബാറ്ററിയും എല്ലാം ഇതുവഴി നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പുറമെ ഇത് ഹോളുകൾ വഴി നമുക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്തെടുക്കാം. നമുക്ക് സ്പീക്കറും ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച്. നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുറമേ ഉള്ള ഭാഗം ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചൊന്ന് ചുരണ്ടി കൊടുക്കുക. അപ്പോൾ ആ ഇത് ഇളങ്ങി നിൽക്കുന്ന ഇത് ഒഴിവായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തൂടെ ഇത് മരത്തിനടിക്കുന്ന വാർണിഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു ഇതൊക്കെ ചുരണ്ടി സ്ക്രബ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നിർത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ട് കിടക്കുന്നതുകൊണ്ട് നമ്മളൊരു ചിരട്ടയുടെ തന്നെ ഒരു ഇത് പുറം ഭാഗം നമ്മളിങ്ങനെ പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് വെക്കാം. ഏകദേശം ലെവലായിട്ട് ഇരിപ്പുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ചാർജില്ല, ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാം. പ്ലഗ് ചെയ്ത് ഓൺ ആകുമ്പോഴേക്കും ചാർജിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. റെഡ് ലൈറ്റ് കഴിയുന്ന ഫുൾ ചാർജ് ആകുമ്പോഴേക്കും ഇതിനകത്ത് ബ്ലൂ ലൈറ്റ് നമുക്ക് കാണുന്നതായിരിക്കും. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. പവർ ഓൺ ആയിട്ടുണ്ട്. ത്രീ പോയിൻ്റ് BT എന്നുള്ളതാണ്. നമുക്കത് പെയർ ചെയ്യാം.
Connected. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.